ഷാമെ നടൻ ശ്രീനിവാസൻ വിടവാങ്ങി. ശ്രീനിവാസനെ ഓർക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ, അതായത് ശ്രീനിവാസൻ്റെ സിനിമകളെന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലത്തിന് വേണ്ടിയിട്ടുള്ള സിനിമകളായിരുന്നില്ല. ഞാൻ പറയുന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ, സംവിധായകൻ എന്നുള്ള നിലയിലുള്ള ശ്രീനിവാസനെ കുറിച്ചാണ്. നടൻ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം എല്ലാ കാലത്തേക്കുമുള്ള സിനിമയാണ് നമുക്ക് തന്നിട്ട് പോയത്. അതുകൊണ്ടാണ് ഇപ്പോഴും സന്ദേശം പ്രസക്തമായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് വരവേൽപ്പ് പ്രസക്തമായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളാനകളുടെ നാട് ഇന്നും ഇക്കാലഘട്ടത്തിലെ സിനിമയാണെന്ന് നമുക്ക് തോന്നുന്നു. ചിന്താവിഷ്ടയായ ശ്യാമൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. അതുപോലെ എന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ, ഭർത്താവ് വടക്കു കേന്ദ്രത്തിലെ ദിനേശനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കഥാപാത്രം അവരുടെ ഭർത്താവിലേക്ക് കാണുന്നു, സംശയം രോഗിയായ ഒരാൾ. അപ്പോൾ അങ്ങനെ വടക്കു നോക്കി യന്ത്രം, ഇങ്ങനെ പറയുന്ന സിനിമകളെല്ലാം ഇക്കാലത്തും പുതിയ സിനിമകളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. അദ്ദേഹം നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളെപ്പോലെയാണ് അദ്ദേഹം എല്ലാ കാലത്തും. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഈ തമാശ എന്ന് പറയുന്നത് തമാശയ്ക്ക് വേണ്ടിയുള്ള തമാശയല്ല, കൃത്യമായ സാമൂഹിക നിരീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ഒരു AC റൂമിലിരുന്ന് എഴുതുന്ന ഒരാളായിരുന്നില്ല. സമൂഹത്തിൽ നടക്കുന്ന ഓരോ സ്പന്ദനം, അത് രാഷ്ട്രീയമായാലും സാമൂഹിക ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളായാലും സാധാരണക്കാരനെ ഏറ്റവും ചെറിയ തോതിൽ ബാധിക്കുന്നത് പോലും. ഇപ്പം ഞാൻ പ്രകാശനിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവമുണ്ട്, ബംഗാളികൾ വന്ന് ഞാറ് നടുമ്പോൾ ബംഗാളിലെ പാട്ട് പാടുന്ന ബംഗാളികൾ. അപ്പോൾ അത്രയും സമൂഹത്തെ അടുത്തറിയുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങൽ തീർച്ചയായും സിനിമയ്ക്ക് തീരാനഷ്ടം. നമ്മളൊരു വാക്കങ്ങനെ പറയുമെങ്കിൽ പോലും തീർച്ചയായും അത് തീരാനഷ്ടമല്ലേ. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യമേ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയാം, പിന്നീട് അദ്ദേഹത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് നമുക്കൊന്നും വിലയിരുത്താൻ പറ്റുന്നതിനൊക്കെ ഒരുപാട് മുകളിലാണ് നിൽക്കുന്ന ഒരാളാണ് ശ്രീനി എന്ന് പറയുന്ന, ശ്രീനി ചേട്ടൻ എന്നാണ് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. അദ്ദേഹത്തെക്കാൾ പ്രായത്തിന് മുകളിലുള്ളവരും ശ്രീനിയേട്ട എന്നാണ്, പ്രായത്തിന് മൂത്തവരും അദ്ദേഹത്തെ വിളിക്കുന്ന ശ്രീനിയേട്ട എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ഏട്ടൻ വിളി കേൾക്കുക എന്നുള്ളത് ബഹുമാനപൂർവ്വം അത് അവർ കൊടുക്കണമെങ്കിൽ അത്രയും വലിയൊരു മനുഷ്യനാണ് ഈ പറയുന്ന ശ്രീനിവാസൻ. അദ്ദേഹം ഇവിടെ നമ്മുടെ അമൃതയിൽ ചികിത്സയിലായിരുന്നു. അമൃത എയിംസ് ഉണ്ടല്ലോ, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടുത്തെ. അപ്പം ഈ എയിംസിലായിരുന്നു ചികിത്സ. അദ്ദേഹം താമസിച്ചു വരുന്ന ദീർഘകാലമായി ഉദയംപേരൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഉദയംപേരൂർ എന്ന് പറയുമ്പോൾ കോട്ടയം റൂട്ടിലോട്ട് പോകുമ്പോൾ ഉദയംപേരൂർ എത്തി അവിടെ നിന്ന് വലത്തോട്ട് പോകുന്ന വഴിയിലാണ്. അവിടെ ഒരു ഇറക്കത്താണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. അതിന്റെ താഴെ അദ്ദേഹം കുറച്ച് ഭൂമി, അത് അദ്ദേഹത്തിന് സ്വന്തമാണോ എന്നറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാട്ടത്തിനെടുത്താണെന്നും എനിക്കറിയില്ല, അവിടെ കൃഷി ചെയ്യുന്നുണ്ട്, ജൈവ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അവിടെ കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുകയും മാധ്യമങ്ങൾ അവിടെ പോയി ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാറുമുണ്ട്. അദ്ദേഹമാണ് എപ്പോഴും അതിൽ ആ കൊയ്ത്തുത്സവത്തിന് ഇങ്ങനെ ഒരു പരിപാടി മീഡിയാസിനെ അറിയിക്കാറുള്ളത്. ഞാനും പോയിട്ടുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയും രാവിലെ ഈ പരിപാടിക്ക് ശേഷം ജൈവ കൃഷിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള ആഹാരം നമുക്ക് തരികയും ഒക്കെ ചെയ്യും അദ്ദേഹം. ഇപ്പോൾ ജൈവ കൃഷിയുടെ ഒരു പ്രാധാന്യമൊക്കെ അദ്ദേഹം എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഈ ശ്രീനിവാസൻ. അങ്ങനെ ഉദയംപേരൂരിൽ നിന്ന് ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ഡയാലിസിസിന് കൊണ്ടുപോകേണ്ട ദിവസമാണ്. എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിനെ ഡയാലിസിസിന് കൊണ്ടുവരാറുണ്ട്. ഇന്ന് രാവിലെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമലയുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ പറയുന്ന പോലെ എയിംസിലേക്ക് പോകവേ, ഇവർ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടെയ്നർ റോഡ് വഴി കയറി ഇങ്ങനെ ഇടപ്പള്ളിയിലേക്ക് എത്തുന്ന രീതിയിലാണ് അവർ വരാറുള്ളത്. അപ്പോൾ ആ റൂട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് ശ്വാസതടസ്സം, പെട്ടെന്ന് കലശലായ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. അപ്പോൾ വിമല പറഞ്ഞ പ്രകാരം, അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞ പ്രകാരം ഏറ്റവും അടുത്തുള്ള ആശുപത്രി എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയാണ്. അവിടേക്ക് എത്തിക്കാനുള്ള സമയമേ ഉള്ളൂ. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. 8:45 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അദ്ദേഹത്തിനെ അവിടെ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. തുടർന്ന് ഇങ്ങോട്ട് ഏതാനും നിമിഷങ്ങൾ അദ്ദേഹത്തെ ഈ താലൂക്ക് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ഈ സംസാരിക്കുന്നത്, ഇപ്പോൾ അപ്പിയുമ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു പോകും, അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് ആ മൃതശരീരം വിട്ടുകൊടുത്തു. ഈ വിവരം അറിഞ്ഞത് മുതൽ തൃപ്പൂണിത്തുറ ബ്ലോക്കായി. കാര്യം അത്രയധികം ആളുകൾ ഈ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം എഴുതി വെച്ച കഥാപാത്രങ്ങൾ, സിനിമ, അത് അത്രത്തോളം മനുഷ്യനെ പിടിച്ചു കുലുക്കിയ കഥാപാത്രങ്ങളാണ്. ഒരു ഫാന്റസി ഒരിക്കലും ശ്രീനിവാസൻ എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ ഫാന്റസി എഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ഈ സാഹിത്യകാരന്മാർ എഴുതി സാഹിത്യം അങ്ങേയറ്റമാക്കിയ സമയത്ത് അതിൽ നിന്ന് തിരക്കഥയെ മാറ്റിയെടുത്ത ആളാണ്
യഥാർത്ഥത്തിൽ റിയലിസ്റ്റിക് എഴുത്തുകാരനാണ്. Realistic ആദ്യത്തെ റിയലിസ്റ്റിക് ആദ്യത്തെ അതെ പത്മരാജൻ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് പുറത്തേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹവും യഥാർത്ഥത്തിൽ ഒരു സാഹിത്യകാരനാണല്ലോ. അതെ. അദ്ദേഹത്തിന്റെയും ഈ സാഹിത്യത്തിന്റെ എങ്ങനെ എഴുതിയാലും അതിഭാവുകത്വം ആ അംശം വന്ന് അതിനകത്തുണ്ടാവും. നിറയുമായിരുന്നു. അച്ചടിച്ച വാക്കുകൾ പോലെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കല്ല, അച്ചടിച്ച വാക്കുകൾ പോലെ വാക്കുകൾ സംസാരിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. എം ഡിയുടെയും പത്മരാജന്റെയും ഒക്കെ കഥാപാത്രങ്ങൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ നിന്ന് നേരെ അഭ്രവാടിയിലേക്ക് വരുന്നവരായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങി കഥാപാത്രം വന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു കഥാപാത്രം വന്ന് അഭിനയിക്കുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു. ആ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് സിനിമ കാണുന്ന പലർക്കും തോന്നി തുടങ്ങി. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ മണിമുഴക്കം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ PI ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. അതിനുശേഷം ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ശരിക്കും ഒട്ടനവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പ്രിയദർശൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുന്നത്. ശ്രീനി, നിനക്കൊരു റോളുണ്ട് എന്ന് പറഞ്ഞാണ് പ്രിയദർശൻ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ വിളിച്ചു വരുത്തി ഇദ്ദേഹം ഹോട്ടൽ റൂമിലെത്തി ഈ പ്രിയദർശനെ കാണുന്ന സമയത്ത് പറഞ്ഞു, അപ്പോൾ എന്താണ് എൻ്റെ റോളെന്ന് ചോദിച്ചപ്പോൾ റോള് നീ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞു. കാര്യം തിരക്കഥ എഴുതേണ്ടത് നീയാണ്. നീ എഴുതി നിനക്കൊരു റോൾ അതിൽ എടുത്ത് നീ ചെയ്യാമെങ്കിൽ ഞാൻ സിനിമ ചെയ്യാം എന്ന് പ്രിയദർശൻ പറഞ്ഞതോടുകൂടിയാണ് അങ്ങനെയാണ് ഓടരുത് അമ്മാവ ആളറിയാം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിക്ക് വേണ്ടി എഴുതിയ കഥാപാത്രമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഫിസിക്സും ഞാൻ കെമിസ്ട്രിയുമാണെന്ന് പറയുന്നുണ്ട്. എന്റെ മുന്നിലിരുന്നവനും ജയിച്ചു, പിന്നിലിരുന്നവനും ജയിച്ചു, ഞാൻ തോറ്റുപോയി എന്ന് പറയുമ്പോൾ അതെന്താണ് നീ തോറ്റുവാൻ കാര്യം? അവർ രണ്ടുപേരും ഫിസിക്സ് ആയിരുന്നു, ഞാൻ കെമിസ്ട്രി ആണെന്ന്. സബ്ജക്റ്റ് എനിക്ക് കൃത്യമായി ഓർമ്മയില്ലെങ്കിലും അതിലൊരു എന്താ പറയാ ഒരു തമാശ മനസ്സിലായല്ലോ. അതിലൊരു തമാശ, അത് വളരെ എന്താ പറയാ ഒരു ചിരിപ്പിക്കാൻ ശ്രീനിക്ക് നന്നായി അറിയാമായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും ചർച്ചയിൽ പറഞ്ഞു, ഈ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് ശ്രീനിവാസന്റെ സിനിമകളാണ് ഞാൻ കൂടുതൽ ഇരുന്ന് പഴയ തിരക്കഥകൾ ഇരുന്ന് കാണാറുള്ളത്. അദ്ദേഹം ഏറ്റവും അവസാനം എഴുതിയ തിരക്കഥ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു. അത് നേരത്തെ ജോണേട്ടൻ പറഞ്ഞതുപോലെ അതിലെ ബംഗാളികളെയൊക്കെ കൊണ്ടുവന്ന, അതിൽ പോലും സത്യനന്ദിക്കാട് തന്റെ പേന ഉപയോഗിച്ച് ഒട്ടനവധി രംഗങ്ങൾ വെട്ടിമാറ്റി. കാര്യം നിശിതമായ വിമർശനമായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അതായത് സിസ്റ്റത്തെ വിമർശിക്കുക. ശ്രീനിവാസനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ്. തലശ്ശേരിയിലെ പാട്യത്താണ് അദ്ദേഹം ജനിച്ചത്. കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് വലിയ താല്പര്യമുള്ള മനുഷ്യനാണ്. അതേ മനുഷ്യൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന, പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടരുതെന്നൊക്കെ പറയുന്ന പോലെ ഉള്ള വാക്കുകൾ എഴുതി വെച്ച് നിശിതമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിമർശിച്ചു. അതിൻ്റെ മൂല്യച്യുതിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രതികരിച്ചു. തൻ്റെ എഴുത്തിലൂടെ പ്രതികരിച്ചു. തൻ്റെ കഥാപാത്രങ്ങളൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊട്ടുകൊടുത്തു. പാർട്ടിയുടെ മൂല്യച്യുതിയെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കൊട്ടാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ശ്രീനിവാസൻ കൊട്ടി. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലും സിനിമയിലെ കഥാപാത്രങ്ങളായി എന്ന് വിമർശിച്ചു. താൻ എഴുതി വെച്ച കഥാപാത്രത്തിൽ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് മമ്മൂട്ടിയെ തന്നെ വിമർശിപ്പിച്ചു. മമ്മൂട്ടിയെ വിമർശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു എഴുത്തുകാരൻ. അത് വായിക്കുമ്പോൾ മമ്മൂട്ടിക്ക് തന്നെ മനസ്സിലാവുമല്ലോ, ഇത് എന്നെ തന്നെ വിമർശിക്കുകയാണ്, ഞാൻ എൻ്റെ സ്വഭാവത്തെ വിമർശിക്കുന്ന രീതിയാണിത് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും മമ്മൂട്ടി അതിൽ അഭിനയിച്ചു. അത്തരത്തിൽ ഒട്ടനവധി കഥാപാത്രങ്ങൾ എഴുതി വെച്ച ഒരു മനുഷ്യൻ. ഓടരുതമ്മാവ ആളറിയാൻ കഴിഞ്ഞിട്ടാണ്, അത് ഹിറ്റായതിനു ശേഷമാണ് സത്യനന്ദിക്കാട് വന്ന് ഇദ്ദേഹത്തെ കാണുന്നത്. സത്യനന്ദിക്കാട് അതുവരെ ഒരു തിരക്കഥാകൃത്തിനെ തേടി അലഞ്ഞെങ്കിൽ ഇതാ വന്നിരിക്കുന്ന ഒരു തിരക്കഥാകൃത്ത്. അങ്ങനെയാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുകയും ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, താൻ എഴുതുന്ന സിനിമയിലെ ഏറ്റവും മണ്ടനായിട്ടുള്ള കഥാപാത്രമായി അദ്ദേഹം അഭിനയിക്കും. താൻ എഴുതുന്ന കഥകളിൽ മറ്റൊരു താരത്തെ വലിയ മനുഷ്യനാക്കി എന്താ പറയുക വെച്ചു കൊടുക്കുകയും താൻ വെറും മണ്ടനാണ് എന്ന് കാണിക്കുന്ന കഥാപാത്രം മൂഢനായ കഥാപാത്രമായി മാറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ അത് ചെയ്യില്ലല്ലോ. തൻ്റെ തൂലിക കൊണ്ട് തനിക്ക് വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലായും ഉള്ളത്. കാന്താരയൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല. കാന്താര നടന് വേണ്ടി അദ്ദേഹം എഴുതിയ കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭ വിളിച്ചറിയിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി വെച്ചെങ്കിൽ ശ്രീനിവാസൻ ഒരിക്കലും തന്റെ പ്രതിഭ വിളിച്ചറിയിക്കാൻ വേണ്ടി തന്റെ കഥാപാത്രത്തെ എഴുതി വെച്ചില്ല. പക്ഷെ ആ കഥാപാത്രങ്ങളെല്ലാം ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. തീർച്ചയായും ഉണ്ട്. അദ്ദേഹം അവതരിപ്പിച്ചതിന്റെ മിടുക്കാണ്. അതെ, തീർച്ചയായും. പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് വലിയ രീതിയിൽ എന്താ പറയാ, ഒരു മറയില്ലാത്ത മനുഷ്യനെ അവതരിപ്പിക്കാൻ സാധിച്ചു ഒരു കലാകാരൻ. മറയില്ലാത്ത മനുഷ്യൻ. നമ്മളൊക്കെ സ്വയം വിമർശിക്കേണ്ടവരാണ് എന്ന് നമുക്കൊക്കെ പഠിപ്പിച്ചു തന്നു ശ്രീനിവാസൻ. അത് മാത്രമല്ല, ഈ മോഹൻലാലിനെ, മോഹൻലാൽ അതുവരെ നെഗറ്റീവ് വേഷങ്ങൾ ചെയ്തിരുന്ന ഒരു നടനാണ്. സഹനടനായും നെഗറ്റീവ് വേഷങ്ങളും ചെയ്തിരുന്ന ഒരു നടൻ. അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭയെ കണ്ടറിഞ്ഞ് മലയാളികളുടെ കുടുംബങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാക്കുന്ന തരത്തിൽ സിനിമ എഴുതിയ ആളാണ് ശ്രീനിവാസ്. അത് ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആയാലും അതുപോലെ തന്നെ
നാടോടിക്കാറ്റായാലും വെള്ളാനകളുടെ വെള്ളാനകളുടെ നാട്, അങ്ങനെ തുടങ്ങി സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഈ പറയുന്ന സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഉണ്ടായ സിനിമകൾ, ആ സിനിമകളൊക്കെ മോഹൻലാലിനെ വെച്ചുണ്ടായ സിനിമകളാണ്. അതോടുകൂടിയാണ് അദ്ദേഹം മലയാളികളുടെ മനസ്സിലെ ഒരു നമുക്കിപ്പോൾ ഈ ദിലീപിനെ കുറിച്ച് അയലത്തെ പയ്യൻ എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള ഒരു സ്നേഹം അദ്ദേഹത്തിനോട് തോന്നുന്നത്. അതെ, അദ്ദേഹത്തിന്റെ ഈ വെള്ളാനകളുടെ നാട് എഴുതി വെച്ചപ്പോൾ ഇത് ഈ കഥ ഇങ്ങനെ അതെ ഒരു ബോറൻ കഥയല്ലേ, ഓടിക്കോന്ന് പറഞ്ഞ്, അതെ ഒരു ബോറൻ കഥയല്ലേ, ഒരു സിസ്റ്റം. ഇത് എന്താ പറയുന്നു, നിയമത്തിന്റെ നൂലാമാലകൾ പാസ്സാക്കി വരിക, എന്താ ഒരു കോൺട്രാക്ട് പാസ്സാക്കി എടുക്കുക, ഒരു കോൺട്രാക്ടർ എങ്ങനെ കോൺട്രാക്ട് പണി ചെയ്യണം, ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഒരു സാധനത്തിനെ എഴുതി ചിരിപ്പിക്കാൻ അദ്ദേഹത്തെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഒരു കഥാപാത്രം പപ്പു എന്ന് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആ സിനിമയിലുള്ളൂ, പക്ഷെ ജീവിതത്തിൽ ഉടനീളം ആ കഥാപാത്രത്തെ നമ്മൾ ഓർത്തിരിക്കുന്നു. അതിലെ ആ ഡയലോഗ്സ് ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ എത്ര ഡയലോഗുകൾ അദ്ദേഹം എഴുതി വെച്ചത്, നമുക്ക് എന്താണ് അത് ആ സൈ ബുദ്ധി നേരത്തെ തോന്നാതെ പോയത് എന്ന ഡയലോഗ്സ് അടക്കം നിമിഷ നേരം കൊണ്ട് നമ്മളെ ചിരിപ്പിച്ചിട്ട് പ്രഭാകര നമ്മൾ ചിരിപ്പിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു സ്മഗ്ലർ, അങ്ങനെ ഒരു കഥാപാത്രം. സാധാരണ അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മീശയൊക്കെ പിടിച്ച് ഒറ്റ ഓവർകോട്ടൊക്കെ ഇട്ട് വരുന്ന കഥാപാത്രം പവനായി എന്ന് പറയുന്ന ഇന്റർനാഷണൽ എന്താ പറയാ ഡോണിനെ ഇത്രയും അധികം തമാശയായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഒരു കില്ലറാണല്ലോ പവനായി പോലും വന്ന് ചിരിപ്പിച്ചിട്ട് പോയി മനുഷ്യൻ. പവനായി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ, എഴുതി വെച്ചിരിക്കുന്ന ആ രീതിയിലായതുകൊണ്ടാണ് പവനായി നമ്മളെ ചിരിപ്പിക്കുന്നത്. പവനായി കൊണ്ടുവന്ന് ഈ സ്യൂട്ട് കേസ് തുറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് മരിക്കാനുള്ള ഇതിൽ ഏത് വേണം, അപ്പോൾ ശ്രീനിവാസ് ഏതാണ് ഈ അലവലാതി എന്ന് പറയുന്ന ആ ഡയലോഗ് മലയാളി എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പവനായി എത്രയും വലിയ വില്ലത്തരം പറയുമ്പോൾ ഇപ്പുറത്തിരുന്ന് വളരെ സിമ്പിൾ ആയിട്ട് ദാസൻ പറയുന്ന ഡയലോഗാണ്, ഏതാടാ വിജയ ഈ അലവലാതി, അല്ല ഏതാടാ ദാസ ഈ അലവലാതി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ പറഞ്ഞു വെച്ച് പോയി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നമ്മൾ ഏതായി അലവലാതി, അതുപോലെ തന്നെ അത് മറ്റൊരു ഇതെന്ന് പറയുമല്ലോ, ഇത് നേരത്തെ വേറെ കാര്യങ്ങളാണ്, മറ്റൊരു ആശ്വാസം. അനാഥാലയത്തിലെ കുട്ടികളെയാണല്ലോ നേരത്തെ ആശ്വാസം എന്ന് പറഞ്ഞത്, ഇത് മറ്റൊരു ആശ്വാസം. പ്രഭാകര എന്നുള്ള ഒറ്റ വിളി പോലും ഈ എത്ര ആളുകൾ ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ നിന്നോട് ഇപ്പൊ ചായ ചോദിച്ചു എന്നൊക്കെയുള്ള കഥാപാത്രങ്ങൾ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ. എത്രത്തോളം വലിയ 200-ലധികം സിനിമകളെ അഭിനയിച്ചു, 200-ലധികം. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ശ്രീനിവാസന്റെ ചുറ്റും കിടന്ന് വട്ടം കറങ്ങി. ശ്രീനിവാസൻ പറയുന്നതായിരുന്നു വാക്കുകൾ. അറബിക്കഥയിലെ പാട്ട് കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ പോയി സിനിമ കാണാൻ പോയി. എന്നിട്ട് അവരെല്ലാവരും തിരിച്ചിറങ്ങി വന്നിട്ട് ആർക്കൊന്നും പറയാനും വയ്യ, എന്താ ചെയ്യാ, പാട്ട് കവിതയുണ്ടല്ലോ, ചോര വീണ മണ്ണിൽ നിന്നുള്ള കവിതയൊക്കെ ഈ സിനിമയ്ക്ക് മുമ്പേ റിലീസായി, കവിത റിലീസായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ ഉപയോഗിച്ചു, ആ പാട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചു. സിനിമ വന്നപ്പോൾ ഇതാ കിടക്കുന്നു. സിനിമ വന്നപ്പോൾ അവരുടെ നേതാക്കൾക്കെതിരെയുള്ള വാക്കുകളാണ് വന്നിരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് ആ കഥാപാത്രങ്ങൾ ഈ പാർട്ടിയുടെ ഉള്ളിലുള്ള ചില ആളുകളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി വെച്ചിട്ട് പൊക്കളഞ്ഞത്. എന്നിട്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിനിമയാണെന്ന് ശ്രീനിവാസൻ പറഞ്ഞു വെച്ചു കൊടുത്തു. അത് കണ്ടു കഴിയുമ്പോൾ ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എഴുതിയത് ശ്രീനിയാണ്. ശ്രീനിക്കെതിരെ ഒരു വാക്ക് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് സാധിക്കില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ് ശ്രീനി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിഞ്ഞു കൊത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, പരസ്യമായി ശ്രമിച്ചിട്ടില്ല. ഇപ്പം രഹസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. പിണറായി വിജയൻ ഒരു കടുകട്ടയായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ശ്രീനിക്ക് മാത്രമാണ് അഭിമുഖം കൊടുത്തത്. ശ്രീനിവാസൻ ആങ്കറായിട്ടിരുന്നത് കൊണ്ടാണ് അന്ന് പിണറായി സംസാരിച്ചത്. അതുവരെ മാധ്യമങ്ങളെ ഒന്നും അടുപ്പിക്കാത്ത, മാധ്യമങ്ങളോട് എന്താ പറയാ, എന്നാ ഞാൻ ഇവിടെ നിന്ന് തരണോ, കുറച്ചു നേരം വീഡിയോ എടുത്തിട്ട് പോ എന്ന് പറയുന്ന പിണറായി വിജയനോട് വളരെ ലോഹ്യമായി സംസാരിച്ചു. ഇന്നത്തെ പിണറായി വിജയൻ അല്ലല്ലോ പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി പിണറായി വിജയന്റെ എന്താ പറയാ ശരീരഭാഷ ഇതായിരുന്നില്ല. ആ പിണറായിയെ ചിരിപ്പിക്കാൻ ശ്രീനിയെ കൊണ്ട് സാധിച്ചു. ശ്രീനിയുടെ ചോദ്യങ്ങളോട് ചിരിച്ചുകൊണ്ട് പിണറായി വിജയൻ, മലയാളി അന്നാണ് കാണുന്നത് ഇങ്ങനെ ഒരു മുഖം കൂടി നമ്മുടെ പിണറായിക്ക് ഉണ്ട് എന്നുള്ളത്. അത് ശ്രീനിവാസൻ വലിച്ച് വെളിയിലിട്ട് കൊടുത്തു. നിങ്ങൾ കാണുന്ന കടുകട്ടിയായ മാർക്സിസ്റ്റുകാരനപ്പുറം ഒരു സാധാരണ മനുഷ്യൻ കൂടിയാണ് പിണറായി വിജയൻ എന്ന് മലയാളിയെ പറ്റി ആദ്യമായി പറഞ്ഞു കൊടുത്തത് ശ്രീനിവാസനാണ്. മറ്റൊരു ഇന്റർവ്യൂ, അതുവരെ ഉള്ള ഒരു ഇന്റർവ്യൂവിലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മൈക്ക് തട്ടി മാറ്റി എഴുന്നേറ്റ് പോകുന്ന പാർട്ടി സെക്രട്ടറി നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പാർട്ടി സെക്രട്ടറിയെ പിടിച്ചിരുത്തി പറയാൻ ശ്രീനിവാസനെ കൊണ്ടേ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സർവ്വ മേഖലയിലും കടന്നു. രാഷ്ട്രീയം, പൊതുചിന്തകൾ എല്ലാത്തിലും കടന്നു പോയിട്ടുണ്ട്. പഴശ്ശിരാജ NSS കോളേജിലാണ് അദ്ദേഹം
BA പാസ്സായത്. അതിനുശേഷം അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പിന്നെ ഫിലിം സ്റ്റഡീസ്, രജനീകാന്ത് ആയിരുന്നു ക്ലാസ്മേറ്റ്. രജനീകാന്തിനൊപ്പം പഠിച്ച ഒരാൾ കൂടിയായിരുന്നു. പിന്നീട് ദീർഘകാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പയ്യന്നൂർ കോളേജിൽ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പയ്യന്നൂർ കോളേജിൽ അദ്ദേഹത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചു വരുത്തിയ സമയത്ത് ഇദ്ദേഹം അവിടെ വന്ന് കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് തവണ ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇന്നുവരെ ഗോൾ അടിക്കാൻ പറ്റിയിട്ട് നിങ്ങളൊരു പന്ത് തന്നിട്ട് എല്ലാവരും മാറി നിൽക്കാമെങ്കിൽ ഞാൻ 2 ഗോൾ അടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. അതൊക്കെ പറയാൻ ശ്രീനിവാസനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അല്ല, അന്നത്തെ ഒരുമിച്ച് അവർ പഠിച്ചതിന്റെ ഫലമായിട്ടുണ്ടായ സിനിമ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കഥ പറയുമ്പോൾ സിനിമയൊക്കെ ശ്രീനിവാസനെ പോലെ ഒരാൾക്ക് മാത്രമേ, അത് മറ്റു ഭാഷകളിൽ ആ സിനിമ വലിയ വിജയമായിട്ടില്ല, പക്ഷെ മലയാളത്തിൽ ഇന്നും അതിലെ രംഗങ്ങളും അല്ലെങ്കിൽ സൗഹൃദത്തെ അത്ര ചേർത്ത് വെക്കുന്ന ആളുകൾക്ക് ആ സിനിമ എഴുതി വെച്ചപ്പോൾ ഇത് വിജയിക്കുമോ എന്ന് ധ്യാൻ ചോദിച്ചതായിട്ട് പലതവണ ഈ തിരക്കഥ വായിച്ചിട്ട് ഞാൻ പോയി ചോദിച്ചു എൻ്റെ അച്ഛനോട്, ഇത് വിജയിക്കുമോ, നീ മിണ്ടാണ്ടിരിക്കാന്ന് എന്ന രീതിയിൽ പറഞ്ഞു വിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ തമ്മിലുള്ള സത്യനന്ദിക്കാടും ഇദ്ദേഹവും ചേർന്നുള്ള സിനിമകളായിരുന്നു ഏറ്റവും നല്ല സിനിമകൾ. 2002 ശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വലിയ സംശയമായിരുന്നു. 2002 ശേഷം അവർക്ക് 2002 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായിരുന്നു അവരുടെ ആ കാലഘട്ടത്തിൽ. പിന്നീട് ഏതാണ്ട് 10-16 വർഷങ്ങൾക്ക് ഇപ്പം 2018 ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ട് ഇവർ വരുന്നത്. പക്ഷേ ഇവർക്കിടയിൽ യാതൊരു വിരോധവും ഇല്ല. അതുപോലെ ഇപ്പോൾ ഉദയനാണ് താരവും സരോജ് കുമാറും ഒക്കെ എഴുതാൻ ഒരേ ഒരു ശ്രീനിവാസനെ പറ്റൂ. കാരണം തൻ്റെ കൂടെ അത്രയും ഹൃദയബന്ധമുള്ള 2 പേർ, മമ്മൂട്ടിയും മോഹൻലാലും ഏറ്റവും അടുപ്പമുള്ള 2 പേരാണ്. ആ 2 പേരെ ട്രോളിക്കൊണ്ടൊരു സിനിമ ഉണ്ടാക്കാന്ന് പിന്നെ അവൻ സിനിമയെ കാണത്തില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ശ്രീനിയെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. ശ്രീനി അതിശക്തമായ ഒഴുക്കുള്ള ഒരു നദി പോലെയാണ്. ഒരു താരത്തിനെ കൊണ്ടും ശ്രീനിയെ തടഞ്ഞു നിർത്തി എന്നാൽ ഇനി മലയാളത്തിൽ ശ്രീനി വേണ്ട എന്ന് പറയാൻ ഒരു താരത്തിനെ കൊണ്ടും സാധിക്കില്ല. അത് ശ്രീനിയെ കൊണ്ടേ അങ്ങനെ ചെയ്യാനും പറ്റുള്ളൂ. ശ്രീനിവാസൻ എന്ന് പറയുന്ന കഥ മനുഷ്യനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഇന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. മക്കൾ 2 പേരും ലൊക്കേഷനുകളിലാണ്. 2 പേരും 2 ഇടങ്ങളിലെ ലൊക്കേഷനുകളിലാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. രാവിലെ തന്നെ നമ്മൾ വളരെ അദ്ദേഹത്തിൻ്റെ വിയോഗം എപ്പോഴായാലും അടുത്ത കാലത്ത് തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മീഡിയക്കാരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മീഡിയക്കാരുടെ ഒരു പ്രത്യേക നേരത്തെ തന്നെ സ്റ്റോറി തയ്യാറാക്കി വെക്കുക. അവരുടെ ജോലിയാണ്. അത് തയ്യാറാക്കുമ്പോൾ നമുക്കൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് അതിൽ തെറ്റിപ്പോയത് കലാഭവൻ മണിയുടെ മാത്രമാണ്. കലാഭവൻ മണിയുടെ വിയോഗം അങ്ങനെ സംഭവിക്കുന്ന ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റോറി മാത്രം നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ബാക്കി ഒട്ടുമിക്ക പേരുടെയും സ്റ്റോറികൾ ചെയ്തു വെക്കാറുണ്ട്. അത് ചെയ്തു വെക്കും, അതൊരു തെറ്റല്ല. ജോലിയുടെ ഒരു രീതിയാണ്. ഏകദേശം ഒരു മരണം കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ജീവിതയാത്രയെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്. പലരുടെയും സ്റ്റോറികൾ ചെയ്തു വെച്ച കഥയുണ്ട്. പലരുടെയും സ്റ്റോറികൾ ചെയ്തു മരണത്തിന് മുമ്പ് തന്നെ മരിച്ച ശേഷം കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ബയോഗ്രഫി, ആ ഒരു സ്റ്റോറി ചെയ്തു വെക്കാറുണ്ട്. ശ്രീനിയുടെയും ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല അത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാം അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു ദുഃഖമാണ്. കാരണം ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ തളത്തിൽ ദിനേശൻ ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. എല്ലാ വീടുകളിലും മലയാളികളുടെ ഒരു 90% വീടുകളിലും തളത്തിൽ ദിനേശനെ പോലുള്ള ഭർത്താക്കന്മാരുണ്ട്. ജോണേട്ടൻ പറഞ്ഞതുപോലെ കഥാപാത്രം ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞ പോലെ തളത്തിൽ ദിനേശന്മാർ ഒരുപാട് പേർ നമുക്ക് ചുറ്റും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ശ്രീനി അതിൽ നിന്നാണ് കഥാപാത്രത്തെ കണ്ടുപിടിച്ചത്. ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നാണ് കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുന്നത്. അതെ, ഭാര്യയെ ചിരിപ്പിക്കാൻ വേണ്ടി വാഴത്തോപ്പിൽ ചെന്ന് നിന്ന് തമാശ പഠിക്കുകയും അതിനുശേഷം ഭരിതബിന്ദുക്കൾ വായിച്ചു പഠിക്കുകയും ശോഭയെ വിളിച്ചു വരുത്തി ഈ കഥ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന ആ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ എത്രത്തോളം നമ്മളിൽ ചിരി ഉണർത്തി എന്നത് മാത്രം മതി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ. അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിക്കും. നന്ദി.